അമേരിക്കൻ നിയുക്ത പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇവാഞ്ചലിക്കൽ വിഭാഗം പോലെയുള്ള വിഭാഗങ്ങൾ വലിയ പിന്തുണയാണ് ഡൊണാൾഡ് ട്രംപിന് നൽകിയത്. അവരാവശ്യപ്പെട്ടത് ഈ യുദ്ധം എങ്ങനെയും അവസാനിപ്പിക്കുന്നതിന് പൂർണ്ണമായും ഇസ്രയേലിന് പരിപൂർണ പിന്തുണ കൊടുക്കുക, അതുപോലെ തന്നെ അമേരിക്ക ഇടപെട്ടുകൊണ്ട് വേണ്ടി വന്നാൽ യുദ്ധത്തിൽ എല്ലാ തരത്തിലുള്ള സഹായങ്ങളും നൽകിക്കൊണ്ട് അവരെ പൂർണ്ണമായി കീഴ്പ്പെടുത്തി യുദ്ധം ഇല്ലാതാക്കുക, ഇങ്ങനെയൊക്കെയുള്ള തരത്തിലുള്ള ചർച്ചകൾ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ പല ജനവിഭാഗങ്ങളും ഉന്നയിച്ചിരുന്നു. അപ്പൊ ഈ സമ്മർദ്ദം ഡൊണാൾഡ് ട്രംപിലുണ്ട്. മാത്രമല്ല ഡൊണാൾഡ് ട്രംപ് പലപ്പോഴും പറയുന്ന കാര്യങ്ങൾ അതേപടി ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾക്ക് ലോകം ചെവി കൊടുക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: 2025 ജനുവരിയിൽ ഞാൻ അധികാരം ഏറ്റെടുക്കുകയാണ്. ആ അധികാരം ജനുവരി 25-നാണ് അദ്ദേഹം പ്രസിഡന്റായിട്ട് അധികാരം ഏറ്റെടുക്കാൻ പോകുന്നത്. അതിന് മുൻപ് താൻ അധികാരത്തിലേക്ക് വരുന്നതിന് തൊട്ടു മുമ്പ് ബന്ദികളാക്കിയപ്പെട്ടവരെ ഹമാസ് മോചിപ്പിച്ചില്ല എങ്കിൽ ഇതുവരെ മനുഷ്യരാശി കാണാത്ത അത്ര വലിയ പ്രത്യാഘാതം ഹമാസിന് നേരിടേണ്ടി വരും എന്നുള്ളതാണ്. അപ്പം പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഇതിനോടകം തന്നെ നടത്തി കഴിഞ്ഞു. അപ്പൊ കൊടിയ പീഡനങ്ങൾ നടത്തിയും ഈ അവിടെയുള്ള ബന്ദികളെ പിടിച്ചു വെച്ചും ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളത് പല തവണ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇസ്രയേലും ഇക്കാര്യത്തിൽ കടുത്ത നിലപാടാണ് എടുത്തിട്ടുള്ളത്. ബന്ദികളാക്കിയവരെ വിട്ടയക്കാതെ ഒരു തരത്തിലുള്ള നീക്കുപോക്കിനും തങ്ങൾ തയ്യാറായില്ല എന്നുള്ള നിലപാടുകൾ ഇസ്രായേലും കൈക്കൊണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടത്തിയിട്ടുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ഈ പ്രഖ്യാപനം ലോക രാഷ്ട്രീയത്തിൽ വലിയ തരത്തിൽ ചർച്ചയായിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഹമാസിനും അതുപോലെ തന്നെ പാലസ്തീൻ വിഭാഗങ്ങൾക്കൊക്കെ വലിയ തരത്തിലുള്ള ആകുലതയാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ അവർ എന്ത് തരത്തിലുള്ള ഭീഷണിയും നേരിടാൻ തയ്യാറാണെന്നൊക്കെ പറയുമ്പോഴും മുസ്ലിം ലോകരാജ്യങ്ങൾക്കിടയിൽ, ഇസ്ലാം ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ തരത്തിൽ വർദ്ധിച്ചു വരുന്ന ഭിന്നതയും, ഇപ്പൊ സിറിയൻ വിഷയം നമുക്കറിയാം, വർദ്ധിച്ചു വരുന്നുള്ള ഭിന്നതയും പ്രശ്നങ്ങളും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അവരുടെ ഇടയിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായി വരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ലോകരാഷ്ട്രീയത്തിൽ തന്നെ വലിയ ചേരികൾ രൂപപ്പെട്ടു വരുന്നതായി കാണാൻ കഴിയും. ഇപ്പോൾ അമേരിക്കയ്ക്ക് ബദലായി പോലും ചേരികൾ രൂപപ്പെട്ടു വരുന്നുണ്ട്. പലതരത്തിലുള്ള ചേരികൾ രൂപപ്പെട്ടു വരുന്നതാണ് ഇന്നത്തെ ലോക രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പണ്ട് അമേരിക്ക മേധാവിത്വം പുലർത്തിയതുപോലെയുള്ള ഒരു വ്യവസ്ഥിതിയല്ല. ആ വ്യവസ്ഥിതിയെ ചോദ്യം ചെയ്തുകൊണ്ട് ബദൽ ചേരികളും ഒക്കെ രൂപപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇസ്ലാമിക രാജ്യങ്ങൾ പല ചേരികളിലായി അണിതീരുന്ന പോവുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നം എന്നുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പലപ്പോഴും ഉണ്ടാകും എന്നുള്ളതാണ്. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ പലയിടത്തും മറനീക്കി പുറത്തു വരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ജനുവരി 25, 2025 താൻ പ്രസിഡന്റായി അധികാരം ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഹമാസ് ഈ പ്രശ്നം പൂർണ്ണമായും പരിഹരിച്ചിരിക്കണം, ബന്ദികളാക്കപ്പെട്ടവർ ആരായാലും അവരെ സ്വതന്ത്രരാക്കിയിരിക്കണം, ബാക്കി ചർച്ചകളൊക്കെ പിന്നീട് അത് ചെയ്തില്ല എങ്കിൽ കടുത്ത പ്രത്യാഘാതം എന്ന് അദ്ദേഹം പറയാൻ കാരണം ഒരുപക്ഷെ ഇസ്രായേലിന് പൂർണ്ണമായിട്ടുള്ള സൈനിക സംവിധാനങ്ങളും പൂർണ്ണമായ പിന്തുണയും നൽകിക്കൊണ്ട് ഒരുപക്ഷെ പൂർണ്ണമായ വലിയ തരത്തിലുള്ള തിരിച്ചടിയായിരിക്കും അമേരിക്ക കൊടുക്കുക എന്നുള്ളത് പറയുന്നതിലൂടെ അദ്ദേഹം ഉന്നം വെക്കുന്നത് തീർച്ചയായിട്ടും യുദ്ധം അവസാനിപ്പിക്കാൻ തന്നെയാണ് എന്നുള്ളതാണ്. ഇപ്പം യുക്രൈൻ റഷ്യ സംഘർഷം പ്രശ്നത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അവിടെ അമേരിക്ക മുന്നോട്ട് ചില നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട് എന്ന് പരക്കെ പറയുന്നുണ്ട്. ആ നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് റഷ്യ ഏതാണ്ട് എല്ലാവരും പറയുന്നത് റഷ്യക്ക് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ റഷ്യ ആശ്വാസപ്പെടുത്തുന്നുള്ള നിർദ്ദേശങ്ങൾ, റഷ്യ ആവശ്യപ്പെടുന്നത് പോലെയുള്ള നിർദ്ദേശങ്ങളാണെന്നുള്ള വിമർശനവും ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. പ്രധാനമായും ഇതുവരെ പിടിച്ചടക്കിയ പ്രദേശങ്ങളൊക്കെ അങ്ങനെയൊക്കെ തന്നെ ഇരിക്കട്ടെ, അതിൽ മാറ്റമൊന്നും വേണ്ട എന്നുള്ള പ്രഖ്യാപനം വരുമ്പോൾ തന്നെ ഏതാണ്ട് റഷ്യക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനമായിട്ട് അത് വ്യാഖ്യാനിക്കപ്പെടും എന്നുള്ളതാണ്. ഇപ്പൊ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്ന പ്രദേശങ്ങളൊക്കെ ഇപ്പൊ ആരുടെയൊക്കെ കൈയിരിക്കുന്നു എന്നുള്ളതല്ല, യുദ്ധം ഇനിയൊരു ജീവൻ പോലും ബലി കൊടുക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശമാണ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് ലോകരാഷ്ട്രീയത്തിൽ അദ്ദേഹം പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യുദ്ധങ്ങൾ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ഈ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. മാത്രമല്ല ലോക സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും തിരിച്ചടികളും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ നിർണായകമായ സ്വാധീനിക്കുന്ന ചില സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. യൂറോപ്പിൽ വലിയ തരത്തിലുള്ള സാമ്പത്തിക അസ്ഥിരതയിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി വരുന്നു. അവിടെ വളർച്ചാ നിരക്ക് കുറയുന്നു. റഷ്യ എടുത്തു നോക്കിയാൽ വളർച്ചാ നിരക്ക് കുറയുന്നു. അതേസമയം തന്നെ ഇതര ചില രാജ്യങ്ങളുടെ വളർച്ചാ നിരക്ക് വർദ്ധിക്കുകയും ചെയ്യുന്നു. ആഫ്രിക്കൻ രാജ്യങ്ങളുടെ, സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളുടെ, UAE പോലുള്ള രാജ്യങ്ങളുടെ ഒക്കെ വളർച്ചാ നിരക്ക് കൂടുന്നുണ്ട്. പക്ഷെ അമേരിക്കയോ റഷ്യയോ ചൈനയോ ഒക്കെ എടുത്തു നോക്കിയാൽ അതിന്റെ വളർച്ചാ നിരക്ക് അത്ര വലിയ വേഗത്തിലല്ല. റഷ്യയെ സംബന്ധിച്ചിടത്തോളം വളർച്ചാ നിരക്ക് മൈനസിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം പോലും കാണുന്നു എന്നാണ് ലോക സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് വളർച്ചാ നിരക്കിലുണ്ടാകുന്ന ഈ അസ്ഥിരത അത് ഒരുപക്ഷെ സമ്പദ് വ്യവസ്ഥയെയും ബാധിച്ചേക്കാം. അതുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് എന്ന ബിസിനസ്മാനെ സംബന്ധിച്ചിടത്തോളം, ഡൊണാൾഡ് ട്രംപ് എന്ന കൗശലക്കാരനായ രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കൊടുത്ത വാഗ്ദാനങ്ങൾ പാലിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം വലിയൊരു തീരുമാനം അദ്ദേഹം പ്രഖ്യാപിച്ചത് ഡോളറിനെ കുറിച്ചാണ്. അദ്ദേഹം പറഞ്ഞത് ഡോളർ
ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു കറൻസിയുമായി ബ്രിക്സ് രാജ്യങ്ങൾ മുന്നോട്ട് പോയാൽ കനത്ത വില നൽകേണ്ടി വരും എന്നാണ്. ഞങ്ങൾ 100% ചുങ്കം ഏർപ്പെടുത്തും, ആ രാജ്യങ്ങൾ അമേരിക്കൻ വിപണി മറക്കേണ്ടി വരും എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ ഇവിടെയും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, ജൂൺ 25-ന് 2025 ജൂൺ 25-ന് ഇപ്പോൾ നിയുക്ത പ്രസിഡന്റായിട്ടുള്ള ഞാൻ അധികാരമേറ്റെടുക്കും. അധികാരമേറ്റെടുക്കുന്നതിന് മുമ്പ് ഹമാസ് ബന്ദികളാക്കിയവരെ പൂർണ്ണമായും വിട്ടയച്ചില്ല എങ്കിൽ ഇന്നുവരെ കാണാത്ത മനുഷ്യരാശി ഇന്നുവരെ നേരിടാത്ത വലിയ തിരിച്ചടി ഹമാസിന് നേരിടേണ്ടി വരും എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, ഇത് ആരും ചർച്ച ചെയ്യുന്നില്ല. ബന്ദികളാക്കിയപ്പോൾ എല്ലാവരും ഈ പറയുന്ന യുദ്ധത്തിൽ മരിച്ചവരെ കുറിച്ചും അവരുടെ മനുഷ്യാവകാശങ്ങളെ കുറിച്ചും ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ ജീവനോടെ ബന്ദികളാക്കപ്പെട്ടവരെ കുറിച്ച് ആരും സംസാരിക്കുന്നില്ല എന്നും അവരുടെ അവകാശങ്ങളെ കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ല എന്നും അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണെന്നും അതുകൊണ്ട് തനിക്ക് അതിൽ നിന്ന് മാറി നിൽക്കാനും കഴിയില്ല, അതുകൊണ്ട് താൻ പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് തന്നെ ഹമാസ് ഈ പ്രശ്നം പരിഹരിച്ചിരിക്കണം എന്നുള്ള വ്യക്തമായ താക്കീതാണ് ഡൊണാൾഡ് ട്രംപ് നൽകിയിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ഈ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുക വഴി ലോക രാഷ്ട്രീയത്തിൽ കൂടുതൽ ഇടപെടലുകൾ നടത്തി അമേരിക്കൻ താല്പര്യങ്ങളെയും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെയും സംരക്ഷിച്ചുകൊണ്ട് സുസ്ഥിരമായ ഒരു രാജ്യമായി പഴയ മേധാവിത്വത്തിലേക്ക്, അല്ലെങ്കിൽ അമേരിക്കൻ മേധാവിത്വം, അമേരിക്കൻ ഹെജുമണി എന്ന് പറയുന്നത്, ആ മേധാവിത്വത്തിന് ഒട്ടും കോട്ടം തെറ്റാതെ മുന്നോട്ട് കൊണ്ടുപോകുവാനും ലോകമാസകലമാലുമുള്ള പ്രവർത്തിക്കുന്ന അമേരിക്കൻ ഡീപ്പ് സ്റ്റേറ്റിന്റെ പ്രവർത്തനങ്ങൾ, അമേരിക്ക ഇന്നും ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളും അമേരിക്കയ്ക്ക് ഡീപ്പ് സ്റ്റേറ്റ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. ആ ഡീപ്പ് സ്റ്റേറ്റിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കാനും വിപുലമാക്കാനും ഇതൊക്കെ തന്നെ ആയിരിക്കും അമേരിക്ക ശ്രമിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇപ്പോഴും ഓരോ ദിവസവും പുതിയ പ്രഖ്യാപനങ്ങളാണ് വരുന്നത്. ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ പല വിദ്യാർത്ഥികളോടും ഡൊണാൾഡ് ട്രംപ് അധികാരം ഏൽക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് തിരിച്ചു ചെല്ലൂ സർവകലാശാലകൾ പറയുകയാണ്. കാരണം ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലും വിസ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ താമസം ഉണ്ടാകും, അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് വരൂ എന്നാണ് പറയുന്നത്. ഇതൊക്കെ പറയുന്നതിന്റെ കാരണം അമേരിക്ക ഫോർ അമേരിക്കൻസ് എന്നുള്ള, അല്ല അമേരിക്കയുടെ നയങ്ങൾ, അമേരിക്ക ഫസ്റ്റ് പോളിസി എന്ന് പറയുന്നത് പോലെയുള്ള നയങ്ങൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് തന്നെ ദൃശ്യമാണ്. അത് അദ്ദേഹവുമായി മുന്നോട്ട് പോകുന്നു. പക്ഷേ എങ്കിലും വളരെ ലോകം ഇന്റർ കണക്റ്റഡ് ആയിരിക്കുന്ന ആഗോള സമ്പദ് വ്യവസ്ഥയാകെ കെട്ടുപണഞ്ഞു കിടക്കുന്ന ഈ സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് മാത്രമായി അങ്ങനെ ഒരു കാഴ്ചപ്പാടുകളുമായി മുന്നേറാനൊന്നും കഴിയില്ല. എങ്കിലും അമേരിക്കൻ താല്പര്യങ്ങളെ പരമാവധി സംരക്ഷിക്കുവാനുള്ള ശക്തമായ തീരുമാനങ്ങളുമായി ഡൊണാൾഡ് ട്രംപ് വീണ്ടും പ്രസിഡന്റായി അമേരിക്കയിൽ വരുന്നു എന്നുള്ളതാണ് നമ്മളെ എല്ലാവരെയും ചിന്തിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഹമാസിനെ പോലെയുള്ള സംഘടനകൾക്ക് തിരിച്ചടിയാണ്, ഭീഷണിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അതൊരു പക്ഷേ അന്തർദേശീയ രാഷ്ട്രീയത്തിൽ സമാധാനം കൊണ്ടുവന്നേക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നു. ഒരുപക്ഷെ ഇടക്കാലത്തേക്ക് ഒരു വലിയ ക്രൈസിസിലേക്ക്, ഒരുപക്ഷെ യുദ്ധത്തിലേക്ക് പോയാലും പിന്നീട് ഒരു സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുവാനുള്ള ഒരു സാഹചര്യം ഒരുപക്ഷെ ഉണ്ടായേക്കാം എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്.